കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ BDS വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയയായ അധ്യാപിക ഡോക്ടർ KT സംഗീത നമ്പ്യാർ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി. കഴിഞ്ഞ ദിവസം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി സംഗീതയ്ക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. കേസിൽ രണ്ടാം പ്രതിയാണ് ഡോക്ടർ KT സംഗീത നമ്പ്യാർ. ഗോകുൽ K വേണുഗോപാൽ വിവരങ്ങളുമായി. ഗോകുൽ, മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചു. അതേ തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി ജാമ്യമെടുത്തു. അതാണോ ഇന്ന് സംഭവിച്ചത്? വിവരങ്ങൾ. അനുജ, അതുതന്നെയാണ്. ഈ കേസെടുത്തത് മുതൽ ഡോക്ടർ സംഗീത നമ്പ്യാരും ഒന്നാം പ്രതിയായിട്ടുള്ള ഡോക്ടർ MK റാമും ഒളിവിലായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും സംഗീത നമ്പ്യാർക്ക് ജാമ്യം അനുവദിച്ചും ഡോക്ടർ റാമിന് ജാമ്യം നിഷേധിച്ചും കൊണ്ടുള്ള തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലായിരുന്നു സംഗീത നമ്പ്യാർക്ക് ജാമ്യം അനുവദിച്ചത്. അതിനു മുന്നോടിയായിട്ടാണ് ഇന്നിപ്പോൾ രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥ തലവനായിട്ടുള്ള കണ്ണൂർ ACP R ഹരിപ്രസാദിന് മുമ്പാകെ ഹാജരായി മൊഴി നൽകുകയും ജാമ്യമെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ജാമ്യ വ്യവസ്ഥകൾ എന്ന് പറയുന്നത് 50,000 രൂപയുടെ ബോണ്ടും 2 ആൾജാമ്യവുമായിരുന്നു. എല്ലാ ശനിയാഴ്ചയും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണമെന്നൊരു വ്യവസ്ഥ വച്ചിരുന്നു. ചോദ്യം ചെയ്യലുമായി സഹകരിക്കണം, അന്വേഷണവുമായി സഹകരിക്കണം, മറ്റ് കേസുകളിലൊന്നും ഉൾപ്പെടരുത് തുടങ്ങിയ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ജാമ്യം അനുവദിച്ചിരുന്നത്. അതിന് പിന്നാലെ ഇന്നിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാവുകയും സാങ്കേതികമായി ജാമ്യമെടുക്കുകയും മൊഴി നൽകുകയും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ 3 മാസക്കാലത്തേക്ക് എല്ലാ ശനിയാഴ്ചയും രാവിലേക്കും ഉച്ചയ്ക്കും ഇടയിലുള്ള സമയത്ത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാവണമെന്നും ഒപ്പിടണമെന്നുമുള്ള കർശന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലായിരുന്നു സംഗീത നമ്പ്യാർക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ സംഗീത നമ്പ്യാർക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റങ്ങളൊന്നും നിലനിൽക്കുന്നില്ല എന്നൊരു നിരീക്ഷണവും കോടതി ആ ഉത്തരവിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ സംഗീത നമ്പ്യാർ വരികയും ACPക്ക് മുമ്പാകെ ഹാജരാവുകയും മൊഴി നൽകി ജാമ്യമെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അനുജ, അമൽ. മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇവർക്കെതിരെ തെളിവുകളൊന്നുമില്ല എന്ന് കോടതി പറയുന്നു. മാന്യമായ പെരുമാറ്റമാണ് വിദ്യാർത്ഥികളോട് ഈ അധ്യാപികയുടേത് എന്നൊക്കെ കോടതി നിരീക്ഷണം നടത്തിയിരുന്നു. ഏതായാലും ഇപ്പോഴവർ ജാമ്യം എടുത്തിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.